ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തേതൊരു ഇമോഷണൽ സ്റ്റോറി ആട്ടോ. ഞാനൊട്ട് ഹൈപ്പൊന്നും യൂസ് ചെയ്യാതെ പറയുന്ന ഒരു സ്റ്റോറിയാണ് ആക്ച്വലി ഇത്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സിബ്ലിംഗ് ആയിട്ടൊരു ബ്രദർ ഉള്ളതെന്ന്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ചേട്ടൻ എന്ന് മാത്രം ഞാൻ പറയില്ല. ബിക്കോസ് ഓഫ് ഹിം ഐ ഗോട്ട് എ ലോഡ് ഓഫ് ബ്രദേഴ്സ് ഫ്രം അനദർ മദർ. ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ പറയുന്നത് എൻ്റെ ഏട്ടന്മാരെന്ന് മാത്രമേ, ഞാൻ ഒരിക്കലും സിംഗുലർ ഫോമിൽ ഞാൻ പറയാറില്ല ഗൈസ്. ബിക്കോസ് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സീരിയസ്ലി നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേക്കും ഞാൻ ഒരു എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷേ ഞാൻ ചെറുപ്പത്തിലേക്ക് ഒരുപാട് ലോൺലിനെസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇവന്മാരുടെ കൂടെയാണ് എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാനും ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാനും എല്ലാത്തിനും എൻ്റെ സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരെ, എന്നെ ശല്യം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പോയി ഇടിക്കാനും എല്ലാത്തിനും എനിക്ക് ചെറുപ്പം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ സപ്പോർട്ടായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്ന ഒരുപാട് ചേട്ടന്മാരെനിക്കുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ പുറകെ നടന്നിട്ട് അവൻ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാവരും കൂടി സ്കൂളിൽ ആനുവൽ ഡേക്ക് വന്നിട്ട് അവിടുന്ന് തന്നെ ഒരു സീനിയർ ചേച്ചീനെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് അവരുടെ കല്യാണമാണ്, സോ അവരുടെ അത്താഴമാണ് പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗൈസ്, ഈ ഒരു ഫുൾ സെറ്റ് ഓഫ് ഗ്യാങ്ങിൽ ഞാൻ ഒറ്റ പെങ്ങളാണ് ഗൈസ്. സോ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടാവുമെന്ന്. ലോകത്ത് എവിടെയൊക്കെ എന്തുണ്ടെങ്കിൽ പറഞ്ഞാലും എനിക്ക് ഇവന്മാരുടെ അനിയത്തെ കൊച്ചായിട്ടിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം.